നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. ലോകം മുഴുവനുമുള്ള എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഞെരുക്കം എന്നതിനെക്കുറിച്ചാണ്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം. നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ അത് പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ അനേക ഇടങ്ങളിൽ ഇതാ ഈ മണിക്കൂറിൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വചനം സ്ഥിരീകരിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം, അവർ എല്ലായിടത്തും പോയി പ്രസംഗിക്കുകയും കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും അവിടുന്ന് വചനം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ ചില ദൈവമക്കൾ പങ്കുവച്ചിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് നെടുങ്ങാട് എന്നുള്ള ത്രേസ്യാമ്മ വർഗീസാണ്. എൻ്റെ മകൻ്റെ ഭാര്യ കുവൈറ്റിൽ നിന്നും ജോലി ശരിയായി നാട്ടിൽ വന്ന് വിസ ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി കാത്തിരുന്നു. 10 ദിവസത്തിനുള്ളിൽ വിസ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 2.5 മാസം കഴിഞ്ഞിട്ടും ഒരു അനക്കവും ഇല്ല. വിളിച്ചു ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. ആ സമയം ടെലിവിഷനിലൂടെ ദൈവവചന ശുശ്രൂഷ അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. വിസയുടെ തടസ്സങ്ങൾ മാറട്ടെ എന്ന് വചന പ്രഘോഷണ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. വിസയുടെ തടസ്സം മാറുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് ഹൃദയത്തിൽ നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥിച്ചതിൻ്റെ 2-ാം ദിവസം വിസ ശരിയാവുകയും 8-ാം ദിവസം അവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കർത്താവിന് ഞങ്ങൾ കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ചിന്തിച്ചു നോക്കിയേ, പ്രാർത്ഥിച്ച് പിറ്റേ ആഴ്ചത്തെ ടെലിവിഷൻ പ്രോഗ്രാം വരുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി ജോലി പ്രവേശിച്ച്, വിസ വന്ന് ടിക്കറ്റ് ശരിയാക്കി അദ്ദേഹം ജോലി കയറി പ്രവേശിച്ച്. ഹല്ലേലൂയ. ഇതുപോലെ ഒരുപാട് തടസ്സങ്ങളും മനോവേദകളുള്ള കുടുംബങ്ങളല്ലേ നമ്മുടെ കുടുംബങ്ങൾ. ഈ നിമിഷങ്ങളിൽ നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കുമ്പോൾ ഉന്നതത്തിൻ്റെ ശക്തിയും ഉന്നതത്തിൻ്റെ ആത്മാവുമാണ് വ്യാപരിക്കുന്നത്. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, അന്ന് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ ഇന്ന് ഈ വചന പ്രഘോഷണ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ശക്തിയോടെ ലോകത്തെമ്പാടും ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ വീശണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരുടെ മേൽ അതിശയ അഭിഷേകമായി കത്തിപ്പടർന്ന പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, ആറിയതിൽ നീ ചൂടേകണമേ നിത്യസഹായകനേ, ആറിയതിൽ നീ ചൂടേകണമേ നിത്യസഹായകനേ. വിളിക്കുന്നു, ആത്മാവിനെ അയക്കേണമേ എന്നകതാരിതാ പൊരുതി.
കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, Holy Spirit, എന്നെ അഭിഷേകം Holy Spirit, ചെയ്യണമേ, Holy Power. എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ നാം കാണുന്ന വളരെ ഗൗരവമുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് ലോകപ്രകാരമുള്ള ജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് തീരുമാനമെടുക്കുന്ന ദൈവ മക്കളുടെ കൂടെ ഒരു നിഴല് പോലെ സഞ്ചരിക്കുന്ന യാഥാർത്ഥ്യമാണ് ക്ലേശങ്ങൾ, ഞെരുക്കങ്ങൾ, മനപ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കണ്ണിലുണ്ണി പോലെ പ്രിയങ്കരനായ ദൈവ പൈതലാണ്, ദൈവദാസനാണ് ഏലിയ പ്രവാചകൻ. ആ ഏലിയ പ്രവാചകൻ ഒരു ആയുസ് മുഴുവൻ ആത്മാർത്ഥമായി വിശുദ്ധ ജീവിതം നയിച്ചപ്പോൾ, ഒരു ആയുസ് മുഴുവൻ ദൈവനാമത്തിൽ ദൈവത്തിനു വേണ്ടി മാത്രം 100% നിലകൊണ്ടപ്പോൾ, ഏലിയായുടെ ജീവിതത്തിലെ അനുഭവം ഏലിയ പറഞ്ഞിട്ടുള്ളത് പുതിയ നിയമത്തിൽ എടുത്ത് കോട്ട് ചെയ്യുന്ന ഭാഗമാണ്. റോമാലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. കർത്താവേ, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്. അവർ എൻ്റെ ജീവനെയും വേട്ടയാടുന്നല്ലോ. നോക്കുക, വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് ദൈവത്തിൻ്റെ നാമം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയ അതിശക്തനായ ദൈവത്തിൻ്റെ എളിയ ദാസൻ. ആ ദാസൻ്റെ ഈ ഭൂമിയിലെ ജീവിതാനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവേദനയിലൂടെ പ്രകടമാകുന്നത്. കർത്താവേ, അങ്ങയുടെ ദാസന്മാരെ അവർ വധിച്ച് ബലിപീഠങ്ങളെല്ലാം അവർ തട്ടി തകർത്ത്, ഇതാ ഞാൻ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. എന്നെയും അവർ വേട്ടയാടുകയാണ്, എൻ്റെ ജീവനെയും അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. വേട്ടയാടപ്പെടുന്നൊരു ജീവിതം. പണ്ട് തന്നിഷ്ടപ്രകാരം നടന്നപ്പോൾ, കള്ളു കുടിച്ച് നടന്നപ്പോൾ, ചീത്ത പറഞ്ഞ് നടന്നപ്പോൾ, തെറി പറഞ്ഞ് നടന്നപ്പോൾ, നിരീശ്വര ചിന്ത ജീവിച്ചപ്പോൾ ആർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് പാപപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങി കുടുംബത്തിലേക്ക് വന്നപ്പോൾ ഇതാ എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് കുറ്റം, ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോൾ കുറ്റം, ഇടത്തോട് തിരിഞ്ഞാൽ കുറ്റം, വലത്തോട് തിരിഞ്ഞാൽ കുറ്റം, ഒരു ഫംഗ്ഷന് പോയാൽ അവിടെ നിന്ന പരിഹാസം, ദുഷിവാക്കുകൾ, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വിഷമം, മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പ്രയാസം, ഒരു ഓഫീസിലേക്ക് എന്നാൽ അവിടെയും ബുദ്ധിമുട്ട്. ഇടം വലം തിരിയുമ്പോൾ ഞെരുക്കവും പ്രയാസവും നിന്ദയും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഏകാന്തതകളും ഈ ലോകത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള ഓരോ രഹസ്യ വേദനകൾ, ഓരോ മനപ്പീഡകൾ അലട്ടുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ മനസ്സ് പതറരുത്, ഈ നിമിഷങ്ങളിൽ ഹൃദയം കുലുങ്ങരുത്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ മകനേ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നീ ദൈവത്തിൻ്റെ ഒരു വേലയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
ദൈവത്തിൻ്റെ വചനം ഇതാ നിന്നെ തൊട്ട് വിളിച്ച് പറയുകയാണ്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക, തയ്യാറെടുത്തിരിക്കുക, അലർട്ടായിരിക്കുക. ദൈവവചനം നിർദ്ദേശിക്കുകയാണ്. ഒരു യുദ്ധമാണിത്. ആത്മീയ ജീവിതം ഒരു യുദ്ധമാണ്. ഇതിന് എതിർശക്തികളുണ്ട്. ഞാനും നിങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ മുതൽ പ്രതികൂലങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ ആ പൗലോസ് ശ്ലീഹായുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. പൗലോസ് ശ്ലീഹ ഒരിക്കൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ 100% യേശു ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ച്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ച്, ലോകപ്രകാരമുള്ള സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച്, ലോകത്തിൻ്റെ പേരും പ്രതാപവും വേണ്ടെന്ന് വെച്ച്, ലോകവും ലോകത്തിൻ്റെതായ എല്ലാ നന്മകളും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ഇതാ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം അർപ്പിച്ച് 100% സ്വർഗത്തിന് പ്രിയമായ വിധം അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താ? എല്ലാ സമാധാനപരമായ മാർഗങ്ങളായിരുന്നോ? എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതിസന്ധി, കടലിലും കരയിലും വെച്ച് പീഡനങ്ങൾ, തടസ്സങ്ങൾ, ശത്രുക്കളുടെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആക്രമണങ്ങൾ, സ്വന്തം സഹോദരങ്ങളിൽ നിന്നും വ്യാജ സഹോദരങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ, ദുഷിവാക്കുകൾ, നിന്ദ, പരിഹാസം, അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ടെൻഷൻ, കോപം വരുന്ന അവസ്ഥ, ഒരുപാട് സാഹചര്യങ്ങൾ, ബർന്നബാസുമായിട്ട് തെറ്റിപ്പിരിയുന്നു, മർക്കോസുമായി തെറ്റിപ്പിരിയുന്നു, പല പ്രശ്നങ്ങൾ. അതിൻ്റെ എല്ലാം നടുവിൽ അദ്ദേഹം സുവിശേഷത്തെ മുറുകെ പിടിച്ച്, സുവിശേഷം ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ് സുവിശേഷത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പൗലോസ് ശ്ലീഹായെയാണ് നാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നത്. ഒരു മനുഷ്യൻ്റെതായ എല്ലാ സങ്കീർണ വേദനകളും പൗലോസ് ശ്ലീഹായിക്കുണ്ടായിരുന്നു. ചിലപ്പോൾ സഹപ്രവർത്തകരുമായ ചില ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ മേലധികാരികളുമായ ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മുള്ള്. എൻ്റെ മുള്ളിനെ കുറിച്ച് പൗലോസ് ശ്ലീഹ തന്നെ വേദനിക്കുന്നത് ചില ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ ചില മുള്ളുകൾ. അതുപോലെ തന്നെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ വിരോധികളിൽ നിന്നും, മതവിരോധികളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, കൊള്ളക്കാരിൽ നിന്നും, അന്യായക്കാരിൽ നിന്നും, ലാഭക്കൊതിയന്മാരിൽ നിന്നും, യാത്രയിലും ആകാശത്തിലും ഭൂമിയിലും വെച്ച് അപകടങ്ങളും അനർത്ഥങ്ങളും. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ മനസ്സ് പതറാതെ മുന്നോട്ട് പോകുന്ന കർത്താവിൻ്റെ ഇഷ്ടവേലക്കാരനെയാണ് പൗലോസ് ശ്ലീഹായിൽ ഞാനും നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വാക്കിൽ ഇതിൽ നിന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഞാനും നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതത്തിന് തിരിയുമ്പം പിന്നെ എല്ലാം അങ്ങോട്ട് സുഖമായിരിക്കും എന്ന് വിചാരിക്കണോ? സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, വീട്ടിലും നാട്ടിലും, ഇടവകയിലും, ഓഫീസിലും, സമൂഹത്തിലെല്ലാം പല തരത്തിലുള്ള സങ്കീർണമായ വിഷമവേദനകളിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഞാനും നിങ്ങൾ എടുക്കേണ്ട മനോഭാവം എന്താണ്? അതാണ് പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുന്നത്, ഞാനും നിങ്ങളും നന്മ ചെയ്തിട്ട് പീഡ സഹിക്കുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അതിനായിട്ടാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ്റെ കൂടെ ആത്മാർത്ഥമായി 100% കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരുപാട് ദൈവരാജ്യ വേലക്കാരുണ്ട്. ഞാൻ കാണുന്നൊരു കാഴ്ച, 100% ഒരു കളങ്കം പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടി വേർതിരിയുന്നവരുടെ ജീവിതത്തിൽ എന്നും ഓരോ തരത്തിലുള്ള സങ്കീർണമായ വേദനകൾ, മനുഷ്യനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കീർണമായ വേദനകൾ, മനപ്രയാസങ്ങൾ, മനപ്പീഡകൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇടം വലം തിരിയുമ്പോൾ മനസ്സിനെയും ഹൃദയത്തെയും പിച്ച് ചീന്തുന്ന വിധമുള്ള സാഹചര്യങ്ങൾ. ഞാൻ ചിന്തിച്ച, ദൈവമേ, എന്താണ് ഏറ്റവും ആത്മാർത്ഥതയുള്ളവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എന്തുകൊണ്ട് ഈ ഞെരുക്കം? എൻ്റെ മനസ്സിൽ എന്നും കിടക്കുന്ന ഒരു വലിയൊരു പ്രയാസമായിരുന്നു അത്. പത്രോസ് അപ്പോസ്തലന്റെ 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള തിരുലിഖിതങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഈ ഒരു വേദനയ്ക്ക് ഉത്തരം തരുന്നത്. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യേ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു. ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ പരിരക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ
വിധി ദിവസം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി കാത്തു സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. ഈ വചനത്തിൽ നിന്ന് എനിക്കൊരു രഹസ്യം വെളിപ്പെട്ട് കിട്ടി. ദൈവത്തിനെ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ഒന്നാമത്തെ ചിന്ത എങ്ങനെ ഈ ലോകത്തിലുള്ള എൻ്റെ ജീവിതം ഒരു വേദനയില്ലാത്ത ജീവിതമാക്കാം എന്നുള്ളതല്ല. അതല്ല. എങ്ങനെ ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും കൂടുതൽ പേരും പ്രശസ്തിയും കൊണ്ടുവന്ന് തരാം എന്നുള്ളതുമല്ല. എങ്ങനെ ഒരു രോഗവും ഒരു അപകടവും ഇല്ലാതെ ഈ ഭൂമിയിൽ ഈ പൈതലിനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ളതും അല്ല ദൈവത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത. ദൈവത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത ഞാനും നിങ്ങളും പാപം ഉപേക്ഷിച്ച് ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ പൈതലായി മാറിയാൽ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത ഞാനും നിങ്ങളും മരിക്കുന്നതിന് മുമ്പ് സ്വർണം പോലെ തിളങ്ങാൻ തക്കവണ്ണം ഒരു പാപത്തിൻ്റെ കറ പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ പരീക്ഷകളിൽ അകപ്പെടാതെ സ്വർഗത്തിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കാൻ എങ്ങനെ ഈ പൈതലിനെ സഹായിക്കാം എന്നാണ് എന്നെ നിങ്ങളെ കുറിച്ച് സ്വർഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പത്രോസിൽ എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൻ്റെ കറയേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണം അതിനുള്ള വഴികൾ കർത്താവ് അറിയുന്നുണ്ട്. ആ അറിയുന്ന കർത്താവാണ് ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്നത്. എൻ്റെയും നിങ്ങളെയും നല്ല ദൈവമാണ് ഇത് അനുവദിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും നാശം ആഗ്രഹിക്കുന്ന ദൈവമല്ല അത്. ഞാനും നിങ്ങൾ പാപപേക്ഷിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകളിലും വിശുദ്ധ ജീവിതത്തിലും പ്രാർത്ഥനയിലേക്കും തിരിയുമ്പോൾ അവിടെ ഞെരുക്കവും കഷ്ടതയും ദൈവം അനുവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം മരിക്കുന്നത് വരെ ഒരു പരീക്ഷയിലും തകർന്നു പോകാതെ സ്വർഗത്തിന് യോഗ്യമായ വിധം ജീവിക്കാനുള്ള ശക്തിയും അഭിഷേകവും നിറയ്ക്കാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ ചാനലുകളാണ് ഈ ഞെരുക്കവും ഈ കണ്ണുനീരും ഈ ദുഷിവാക്കുകളും ഈ നിന്ദയും ഈ പരിഹാസവും ഈ വേദനയും. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതത്തിൽ നാം വായിക്കുന്നുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നീ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. തന്നിഷ്ടക്കാരും വെറിയന്മാരും തോന്നിയാസികളും മർക്കടമുഷ്ടികളും ഉണ്ട്. എന്നാൽ അതുപോലെയല്ല കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ കർത്താവിന് താല്പര്യമുള്ള, കർത്താവിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണത്. അതുകൊണ്ട് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ കർത്താവ് സഹനത്തിൻ്റെ ചൂളയിൽ തന്നോട് ഐക്യപ്പെടുത്തിയെടുക്കുന്നു. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. മനം തകരരുത്. പിന്മാറ്റ ചിന്തകൾ വിട്ടുമാറി പോകട്ടെ. ആറിയതെല്ലാം ചൂട് പിടിക്കട്ടെ. കത്തിജ്വലിക്കുന്ന കനൽ പോലെ ഈ ലോകത്തിൽ വിശുദ്ധ ജീവൻ നയിക്കുന്ന അഭിമാനം കൊള്ളട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തണുത്ത ഹൃദയങ്ങൾ, മരവിച്ച മനസ്സുകൾ, പിന്മാറ്റ ചിന്തകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ആറിയതിനെ ചൂട് പിടിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്ത്രീകന്മാരെ പൂരിതമാക്കിയ പരിശുദ്ധാത്മാവേ, ദൈവരാജ്യ രഹസ്യങ്ങളുടെ കലവറയായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കത്തി പടരണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സഹായ
ചെയ്യണമേ. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, കർത്താവേ, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവർ എൻ്റെ ജീവനെയും വേട്ടയാടുന്നു, ഞാൻ മാത്രമാണ് ആകെ അവശേഷിച്ചിട്ടുള്ളത്, എൻ്റെ ജീവനെയും അവർ വേട്ടയാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലെ 1-2 തിരുലിഖിതങ്ങൾ, എൻ്റെ ശാഖകളിൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഈ നിമിഷങ്ങളിൽ ക്ലേശത്തിൻ്റെയും ജീവിത വ്യഗ്രതയുടെയും അനേക അന്ധകാരത്തിന് നടുവിൽ നട്ടം തിരിയുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും എരിവിന്റെ ആത്മാവ്, അഗ്നി അഭിഷേകത്തിന്റെ ആത്മാവ് കത്തി പടരട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, സത്യരൂപിയാ നിത്യ ദൈവമേ, കത്തി പടരണമിവിടെ. 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 കത്തി പടരണമിവിടെ. കത്തി പടരണമിവിടെ. കത്തി പടരണമിവിടെ. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. എൻ്റെ പേര് ഷേർലി തോമസ്. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. എനിക്ക് 6 മാസം മുമ്പ് നടുവിന് ഭയങ്കര വേദനയായിട്ട് ഞാൻ തീർത്തും കിടപ്പിലായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ നടുവിന് നീർക്കെട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് വേദന കൊണ്ട് നടക്കാനോ ഒരു ജോലിയും ചെയ്യാനോ സാധിക്കില്ലായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും സ്ഥിരം അഭിഷേകാഗ്നിയിൽ പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ അഭിഷേകാഗ്നിയിൽ വിശ്വാസത്തോടെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. നടുവിന് വേദന തീർത്തും മാറുകയാണെങ്കിൽ സഹ്യോനിൽ പോയി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കിട്ടിയ രോഗികളുടെ നാഥൻ എന്ന പുസ്തകത്തിൽ പ്രാർത്ഥന സ്ഥിരമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവിന് വേദന തീർത്തും മാറി. 3-4 മാസം മുമ്പ് എൻ്റെ ആങ്ങളയ്ക്ക് ഒരു ബസ് ആക്സിഡൻ്റ് ഉണ്ടായി. ആങ്ങളയുടെ വലത് കൈയിലെ 4 കൈവിരലുകൾ തെറിച്ചു പോയി. അത് കിട്ടാൻ തന്നെ മണിക്കൂറുകൾ താമസം വന്നു. 4 വിരലുകൾ തെറിച്ചു പോയി. അത് പിന്നീട് ആങ്ങളെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ വേറൊരു വണ്ടിക്കാണ് ഈ വിരലെടുത്തുകൊണ്ട് പോയത്. അത് കേട്ടപ്പം സഖ്യോനി വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാന്ന് പറഞ്ഞ അഭിഷേകാഗ്നിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആ വിരലുകളെല്ലാം തുന്നിച്ചേർത്ത് ദൈവം സുഖപ്പെടുത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് വിരൽ തിരിച്ചു കിട്ടുന്നത്. അത് എത്ര ലേറ്റായിട്ട് കിട്ടിയാലും ശരി, അത് ഇവരങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ, ഞങ്ങൾ വേറെ ഒരു നിയമവും നോക്കുന്നില്ല, ഞങ്ങൾ സർവശക്തനായ ദൈവത്തിനെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നൊരു ബോധ്യത്തോടെ അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ വിരലുകൾ വീണ്ടും അവർ തുന്നിച്ചേർത്ത് സാധാരണ വിരലുകൾ പോലെ പ്രവർത്തിക്കാൻ ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയൊളിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ദൈവമേ, നിൻ നന്മകളോർത്ത് പാടി സ്തുതിച്ചിടുന്നു. ദൈവമേ, നിൻ നന്മകളോർത്ത് പാടി സ്തുതിച്ചിടുന്നു.